ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വ്ളോഗ് നമ്മൾ ബാംഗ്ലൂർ പോവാണ് ഫ്രണ്ട്സ്. അപ്പം അത് പാർട്ടായിട്ട് ഇടത്തോളൂ. അങ്ങനെ ഇതാ ഞങ്ങൾ ഓട്ടോ കയറി നേരെ റെയിൽവേയിലേക്ക് വിട്ടു. ഇതാണ് ഫ്രണ്ട്സ് നമ്മളുടെ ട്രെയിൻ. അച്ഛതാ ഇങ്ങനെ വാതിലൊക്കെ തുറന്നു നോക്കുന്നുണ്ട്. കാരണം അവിടെ ഡോറൊന്നും തുറന്നില്ലായിരുന്നു. അപ്പം അത് എങ്ങനെയാ തുറക്കാതുള്ള ആ ഇതിൽ ഇങ്ങനെ നോക്കിയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് TTR വന്ന് തുറന്ന് ഞങ്ങളെല്ലാവരും ഇതാ ഇരുന്ന്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ ട്രെയിനിൽ കയറിയില്ല. നല്ല ബാത്റൂമൊക്കെ നല്ല കേട്ടോ, സൂപ്പർ. കുഴപ്പമില്ല. അപ്പോൾ ആരും വന്നിട്ടില്ല. ഞാൻ ലൈസ് മേടിച്ചു. അപ്പം നമുക്ക് യാത്രയിൽ കൂടെ കാണാം. അതെ വാവ്, നല്ല മിറർ ഇവിടെയുണ്ട്. ബാത്റൂമിലുണ്ട് കേട്ടോ, നല്ല ക്ലീൻ ബാത്റൂം ഇവിടെയുണ്ട്. പിന്നെ ട്രെയിനിൻ്റെ ഉള്ളിൽ അവിടെ ഉണ്ട് കേട്ടോ, ഞാൻ കാട്ടിത്തരാം. അങ്ങനെ ഇതാ നമ്മളിതാ ഇങ്ങനെ ഇരുന്ന് ഞാൻ ആ ട്രെയിനിൻ്റെ ഇതൊക്കെ നോക്കുമായിരുന്നു. പിന്നെ അച്ഛൻ പാട്ട് വെച്ചിട്ട് ഇങ്ങനെ കിടന്നുറങ്ങാനുള്ളൊരു മൂഡിൽ നിൽക്കുമായിരുന്നു. അങ്ങനെ ഇതാ നമ്മളെ പകുതി ആയതിൻ്റെ ശേഷം ഞങ്ങൾ ഒരു ചായ കുടിച്ചിട്ട് ഒരു കാപ്പി കുടിച്ചിട്ട് അങ്ങോട്ട് സ്റ്റാർട്ടാക്കാതെ അങ്ങനെ കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങി എണീച്ചപ്പോഴാണ് ഫുഡ് കഴിക്കാനുള്ളൊരു ടൈം ആയത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി 2 പൊതിച്ചോറ് എടുത്തായിരുന്നു. അച്ഛനും ചേച്ചിയും ഞാനും അമ്മയും കൂടി ഷെയർ ചെയ്തിട്ട് അങ്ങനെ കഴിക്കാന്നുള്ള മൈൻഡിൽ ഞങ്ങൾ ഇതാക്കിയിരുന്നു. എന്നിട്ട് ഞാൻ കൊണ്ടയൊക്കെ കിട്ടി, കാരണം മുടി ചൂടെടുത്തിട്ട് ഞാൻ കൊണ്ടയൊക്കെ കിട്ടിയിട്ട് എന്നിട്ട് അമ്മയ്ക്ക് വാരി തരാണ് കേട്ടോ ഗൈസ്. അതിപ്പോൾ നിങ്ങളായാലും ലൈവിലായാലും കാണലുണ്ടല്ലോ വാരി തരുന്നത്. അപ്പോൾ ഫുഡ് എന്തൊക്കെയാ വെച്ചാൽ സാമ്പാർ ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു, ഉപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ പൊരിച്ചത് ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. എന്താ കാണിക്കുന്നത്? ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി ഒന്ന് ഉറങ്ങണം. ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് നമ്മൾ ബാംഗ്ലൂർ ബിരിയാണി ഞങ്ങൾ നല്ല ഫുഡ് കഴിച്ചിട്ടാണ്. ഇപ്പം നമ്മൾ എവിടെയായിരുന്നു? മംഗളൂരോ? രാവിലെ ഇട്ട ചന്ദനം നെറ്റിമന്ന് ഞാൻ മാങ്ങ കഴിയപ്പോൾ അടിപൊളി കേട്ടോ ട്രെയിന്. ഞാൻ മറ്റേ പറഞ്ഞു കേട്ടതിനെക്കാട്ടി അടിപൊളിയായിരുന്നു. ബാത്റൂം ആയാലും ഇപ്പം നമ്മൾ ഇരിക്കുന്ന സ്ഥലമായാലും നല്ല നീച്ചുണ്ടായിരുന്നു സ്ഥലം. നമുക്ക് മോർണിംഗ് അവിടെ എത്തിയിട്ട് കാണാം. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടെങ്കിലും ഇതാക്കണമെങ്കിലും കാണാം. അപ്പോൾ എല്ലാവരും അങ്ങനെ ഇതാ നേരം വെളുത്ത് ഞങ്ങളിതാ ഇങ്ങനെ ഒക്കെ റെഡിയായി സെറ്റാക്കി വെച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. അമ്മ ഇതാ തലയിൽ തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ ഇരിക്കുന്നത്. കാരണം ഭയങ്കര തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കാണെച്ചാൽ കാലിൻ്റെ അവിടെ മാത്രമേ ഉള്ളായിരുന്നു കാറ്റ് കിട്ടിയിരുന്നത്. അവിടെ ബാക്കി ഒന്നും എവിടെയും കിട്ടിയിട്ടുമില്ല. എനിക്ക് മുഖത്തൊക്കെ എനിക്ക് ചൂടെടുത്തിട്ട് നിൽക്കാൻ വയ്യായിരുന്നു. പക്ഷെ കാല് മരവിച്ച പോലെയായിരുന്നു. അങ്ങനെ ഇതാ നമ്മളെ ട്രെയിനൊക്കെ ഇറങ്ങി നമ്മളെ ഇനി ഊബർ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്തിട്ട് അതിൽ വേണം പോവാൻ. അങ്ങനെ ഞങ്ങൾ ഊബറൊക്കെ ബുക്ക് ചെയ്തതാ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അങ്ങനെ ഊബർ വന്നപ്പോൾ ഞങ്ങൾക്ക് പേടി, അതിലുള്ള ആൾ എങ്ങനെയായിരിക്കും, നമ്മളിപ്പോൾ പറയുന്ന മനസ്സിലാവുമോ എന്നൊക്കെ ഉള്ളൊരു ഭയമായിരുന്നു. പിന്നെ മലയാളിയായിരുന്നു നമുക്ക് കിട്ടിയത്, അതുകൊണ്ട് രക്ഷപ്പെട്ടു ഗൈസ്. നമ്മൾ നല്ല സുഖസുന്ദരമായിട്ട് ഊബറിൽ പോയിട്ടാ. ഞാൻ തൊപ്പി വെച്ചത് എന്താ വെച്ചാൽ ഒരു ഷോക്ക് വെച്ചതാട്ടാ. അങ്ങനെ നമ്മൾ ഊബറിൽ നിന്നൊക്കെ ഇറങ്ങിയതാ അവിടെ ഗൈസ് നമ്മളെ തിരിക്കുന്നു. അവിടെ താരിച്ചിട്ട് പോട്ടാ. നമുക്ക് അച്ഛ ഒത്തിയിട്ടിട്ടോ ഒച്ച കേൾക്കുന്നത് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ 2-3 ബാഗിനുണ്ട്, പൊന്തുന്നില്ല, ആവുന്നില്ല. നല്ല സുഖം. പറയാകുമ്പോൾ വ്ളോഗ് എടുക്കാനും കുഴപ്പമില്ല. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തി ഗായ്സ്. നമ്മളിതാ കയറി. അപ്പൊ ഗായ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് നെക്സ്റ്റ് വീഡിയോ ഇനി അടുത്തത് കാണാം. അതെ അടുത്തോണ്ട് ബൈ.